പാകിസ്ഥാന്റെ മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒന്നേ പാകിസ്ഥാൻ നന്നാവുക, കൂടാതെ തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ തന്നെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ തീവ്രവാദ സംഘടനകളെ നേരിട്ട് നശിപ്പിക്കും. നിലവിൽ പാകിസ്ഥാന്റെ ചങ്ക് ഇപ്പോൾ ഇടിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഒരൊറ്റ ഫോൺ കോളിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് സ്പോട്ടിൽ തന്നെ എത്തും. റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ആയുധങ്ങളിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അതിന്റെ സോഴ്സ് കോഡ് അടക്കം റഷ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ കഴിവുകൾ പരാജയപ്പെടുത്തുന്നതിൽ S-400 നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ സുരക്ഷയ്ക്ക് കരുത്തുറ്റ പ്രതിരോധം തീർക്കാൻ റഷ്യയിൽ നിന്നുള്ള 4ാമത്തെ S-400 ട്രൈഫ് വ്യോമ പ്രതിരോധ മിസൈൽ സ്ക്വാഡൻ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ വിതരണ തടസ്സങ്ങൾ മൂലം ഈ 4ാമത്തെ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലെത്താൻ വൈകിയിരിക്കുകയാണ്. 2018 ഒക്ടോബറിലാണ് റഷ്യയുമായി $5.43 മില്യൺ അതായത് ഏകദേശം 40,000 കോടി രൂപ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. 5 സ്ക്വാഡനുകളാണ് ഈ കരാറിലുള്ളത്. കരാറിലെ അവസാന സ്ക്വാഡൻ വരുന്ന നവംബറോടെ ഇന്ത്യയിലെത്തും. പുതിയതായി എത്തിയ 4ാമത്തെ S-400 സ്ക്വാഡൻ രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലയിലോ അല്ലെങ്കിൽ പഞ്ചാബ് ഇടനാഴിയിലോ വിന്യസിക്കാനാണ് സാധ്യത. പാകിസ്ഥാനിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ഭീഷണികളെ ദീർഘദൂരത്തിൽ നിന്ന് തന്നെ തടയാൻ ഇത് സഹായിക്കും. ഇതിനകം ലഭിച്ച 3 സ്ക്വാഡനുകൾ ചൈന, പാകിസ്ഥാൻ അതിർത്തികൾ പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലകളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സിലിഗുരു ഇടനാഴിയെ സംരക്ഷിക്കാനും മറ്റൊന്ന് ജമ്മു കാശ്മീർ, പഞ്ചാബ് മേഖലയിലെ പഠാൻകോട്ടയിലുമാണ് വിന്യസിച്ചിട്ടുള്ളത്. നവംബറിൽ 5ാമത്തെ S-400 എത്തുമ്പോൾ ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യയുടെ S-400. ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, അദൃശ്യമായി പറക്കുന്ന സെൽത്ത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ഒരേ സമയം കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ S-400. 600 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ റഡാറുകൾ വഴി നിരീക്ഷിക്കാനും 400 കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ വെടിവെച്ചിടാനും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയുമെന്നതാണ് ഒരു പ്രത്യേകത. 36 ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും ശേഷിയുള്ളതാണ് S-400. S-400 മിസൈലുകളുടെ 5 സ്ക്വാഡനുകൾ കൂടി ഏറ്റെടുക്കുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനകം തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ റഷ്യൻ സംവിധാനത്തിന് സമാനമായ ശ്രേണികളിൽ ശത്രു ഡ്രോണുകളെ വെടിവെക്കാൻ കഴിവുള്ള സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ പ്രൊജക്ട് കുഷ എന്ന നാമത്തിൽ ഒരു തദ്ദേശീയ പദ്ധതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രതിരോധ ഭീമനായ സോളാർ ഇൻഡസ്ട്രീസ് ഒരു വികസന ഉൽപാദന പങ്കാളിയായി ഈ പദ്ധതിയിൽ പങ്കാളിയായിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല വായു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400 എന്ന് കണക്കാക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം വ്യോമ ഭീഷണികളെ നിരീക്ഷിക്കാനും നിർവീര്യമാക്കാനും S-400 ഒരു പ്രത്യേക കഴിവുണ്ട്.